സോ മലൈക്കോട്ടെ വാലിബൻ ലാലേട്ടൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ഞാൻ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കത് ഒരു ഓക്കെ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഏതോ ഒരു രീതിയിൽ കൊമേഡിക്കായിട്ട് എനിക്ക് എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. പക്ഷേ എന്നെ പിടിച്ചിരുത്തിയതായിട്ട് എനിക്ക് അതിൽ ഒരു ആസ്പെക്ട്സും ഇല്ലായിരുന്നു, അതിൽ ലാഗ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അറിവിൽ ഒരു സിനിമ കുറച്ച് ഡീപ്പായിട്ട് അതിൻ്റെ ടെക്നിക്കാലിറ്റീസൊക്കെ മനസ്സിലാക്കി കണ്ട് അത് മനസ്സിലാക്കുന്ന ഒരാളെന്ന് പറഞ്ഞ ഇവനാണ്, ശബരീഷാണ്. അപ്പം ഞാൻ സിനിമ ഇവിടെ മ്യൂണിക്കിൽ കാണാൻ പോയപ്പോൾ ഇവനിവിടെ ഇല്ല, ഇവൻ നാട്ടിലായിരുന്നു. ഇവൻ നാട്ടിലാണ് സിനിമ കണ്ടത്. നീ ഫസ്റ്റ് ഡേ തന്നെയല്ലേ കണ്ടത്? നാട്ടിൽ 9:30 ഷോ ഉണ്ട്. ഫസ്റ്റ് ഷോ 6:30 ഞാൻ 9:30 ഷോ ഉണ്ട്. ഏത് തിയേറ്റർ ആയിരുന്നു? എറിസ്പ്ലെക്സ്. ഓക്കെ, നല്ല സ്ക്രീനാണല്ലോ. പക്ഷെ അതിനുശേഷം നമ്മൾ ഒരുപാട് ഇപ്പം ന്യൂസിലും സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെ വെച്ചിട്ട് ആൾക്കാർ രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് പക്ഷമുണ്ട് ഈ സിനിമയ്ക്ക്. നമ്മൾ ഒരുപാട് LGP ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്ന കണ്ടു, ഈ സിനിമയെക്കുറിച്ച് എന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. ഇവൻ ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഇവൻ ഇതിൻ്റെ കുറച്ച് ഇന്നർ മീനിങ്സും ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എല്ലാം മനസ്സിലായി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സിനിമ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഈ ഒരു സമയത്ത് ഒരുപാട് കാശ് ചിലവുണ്ട്, അതൊരു കാര്യം. പക്ഷെ അതിൻ്റെ കൂടെ അല്ല, അതിൻ്റെ ക്രിയേറ്റിവിറ്റി, അതിൻ്റെ ആ ഒരു ക്രിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് പ്രോസസ്സ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഇവൻ മനസ്സിലാക്കിയ കുറച്ച് ടെക്നിക്കാലിറ്റീസും ഉണ്ട്. അപ്പം അത് പുറത്തേക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു സെക്കൻഡ് വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു, ഇവനെയും കൂടെ ഇരുത്തിയിട്ട്. എന്താണ് നിനക്ക് ഈ മൂവിയിൽ ആക്ച്വലി നിന്നെ പിടിച്ചിരുത്തിയത്? ഇതിനകത്ത് എന്താണെന്നറിയോ, ഈ ടെക്നിക്കാലിറ്റീസ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടിയോ അല്ലെങ്കിൽ വലിയൊരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തിട്ടല്ല മലൈക്കോട്ടെ വാലിബൻ കാണാൻ പോയത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഈ മോഹൻലാൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി, പ്രതിഭയും പ്രതിഭാസവും ഒരുമിക്കുന്നു എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് അതിനുണ്ടായിരുന്നിട്ട്. അപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ആ സിനിമ ഡിസർവ് ചെയ്യുന്നതെന്ന് ഞാൻ പറയില്ല, ആ സിനിമയ്ക്ക് വേണ്ടിയിരുന്ന പ്രതീക്ഷയേക്കാൾ കൂടുതൽ തുടക്കത്തിലെ ഉണ്ടായിപ്പോയി. അതാണ് ഇപ്പോൾ സിനിമയ്ക്ക് പറ്റിയത്. ഞാൻ അതിനൊരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയായിട്ടേ കാണാൻ പോയുള്ളൂ. എനിക്ക് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ എല്ലാ സിനിമയും ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ സിനിമ മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. കാരണം എന്തിനും ഒരു നോവൽറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകനാണ് ലിജോ ജോസ്. എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം മലൈക്കോട്ടെ വാലിബനിലും ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്താണ് പുതുതായി ലിജോ ജോസ് എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്ന് കാണാനാണ് ഞാൻ പോയത്. അത് ഞാൻ ഇതുവരെ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ മലയാളത്തിൽ അങ്ങനെ കാണാത്ത തരത്തിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി പുള്ളിയിൽ ഇന്ന് എനിക്ക് കിട്ടി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമ കാണാൻ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മൾ കാണുന്ന തിയേറ്റർ, നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ മൈൻഡ് സെറ്റ്, ഇതിനെല്ലാം അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ എനിക്കൊരു സിനിമ ഭയങ്കര ഗംഭീരമായി തോന്നി എന്ന് പറഞ്ഞ് ആ സിനിമ ആക്ച്വലി ഫ്ലോ ഇല്ലാത്തൊരു സിനിമ ആവണമെന്നില്ല. പക്ഷേ ഇപ്പം നിനക്ക് തന്നെ ഇഷ്ടപ്പെട്ട കുറേ സിനിമകൾ എനിക്ക് വർക്കൗട്ട് ആവണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജോസ് പെല്ലിശ്ശേരിയുടെ തന്നെ മുമ്പുള്ള പല സിനിമകളും എനിക്ക് വർക്കാവുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് വർക്കായിട്ടുണ്ട്. ചുരുളി ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുരുളി എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പല ഡിവൈഡഡ് ഒപ്പീനിയൻസ് ആണ്. ഒന്നാമത്തെ കാര്യം, ഒരുപാട് പേര് ആ സിനിമയെ തഴഞ്ഞു കളയണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് തെറിവിളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല, അതിനകത്ത് ചീത്ത വിളിയാണ്. പക്ഷെ നമ്മൾ ആ ഒരു വേൾഡിനകത്ത് കയറി കഴിഞ്ഞാൽ ചീത്തവിളി എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് എ സെക്കൻഡറി തിങ്. നമ്മളത് ആക്ച്വലി അത് അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. ലിജോസിന്റെ എല്ലാ സിനിമയും അങ്ങനെയല്ല. അതായത് എല്ലാ പുള്ളിയുടെ സിനിമകളിലും പുള്ളി ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യും. ആ വേൾഡ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ആ വേൾഡിലേക്ക് നമുക്ക് കയറാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെടും. അത് ആ വേൾഡിൽ കണക്ട് ചെയ്യാത്ത സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, അത്രേ ഉള്ളൂ. മലൈക്കോട്ടെ വാലിബനിലെ വേൾഡിലേക്ക് എനിക്ക് കയറാൻ പറ്റിയ റീസൺ ഹൗ ഐ ആം ആസ് എ പേഴ്സൺ. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് വിഷ്വൽസ് ആണ് അതെല്ലാം. എനിക്ക് വെസ്റ്റേൺ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പഴയ നമ്മുടെ ഡോളേഴ്സ് ട്രിലജി, ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ആ പടങ്ങൾ. അപ്പോൾ മലയാളത്തിൽ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ് പുള്ളി പിടിച്ചേക്കുന്നത്. അതിൻ്റെ ടെറൈനും പുള്ളി ഡെസേർട്ട് രീതിയിൽ തന്നെ സെറ്റ് ചെയ്തു. പിന്നെ ഇതിൽ അവിടെ പറഞ്ഞു പോകുന്ന റെഫറൻസസ് എന്ന് പറയും. ഈ റെഫറൻസസ് എന്ന് പറയുന്നത് പണ്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ, അല്ലെങ്കിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സിനിമകളെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ വിഷ്വൽസിനെയൊക്കെ പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. 2 ഹരിഹർ നഗർ സിനിമ കണ്ടുണ്ടോ? 2 ഹരിഹർ നഗർ സിനിമയുടെ ടൈറ്റിൽ സോങ് ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ പടം തുടങ്ങുന്നതിന് മുമ്പ് ടൈറ്റിൽ സോങ്ങിൽ കാണിക്കുന്ന വിഷ്വൽസ് എല്ലാം 1 ഹരിഹർ നഗറിൻ്റെയാണ്, ഹരിഹർ നഗർ പാർട്ട് 1-ൻ്റെയാണ്. അപ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഈ ഡയലോഗ് എല്ലാം ഏറ്റു പറയുകയാണ് ഈ ടൈറ്റിൽ സോങ് കേൾക്കുമ്പോൾ തന്നെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിത് കണ്ടിട്ടുണ്ട്, ഓ ഇത് ആ സീൻ, ഈ സീൻ, ഇങ്ങനെ നമ്മൾ പറയും. ഈ ഒരു കണക്ട് വന്നു കഴിഞ്ഞാൽ ആ സിനിമയിലെ പല സീനുകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. എനിക്കതാണ് സംഭവിച്ചത്.
ഇപ്പോൾ ഹെർക്കുലീസിൻ്റെ 12 ലേബേഴ്സ്, അല്ലെങ്കിൽ ബലാഡ് ഓഫ് ബസ്റ്റർ സ്ട്രക്സ്, ഇങ്ങനെ കുറച്ച് സിനിമകളുണ്ട്. അപ്പോൾ ഈ സിനിമകളെല്ലാം ഇംഗ്ലീഷ് സിനിമകളാണ്. ഇതിൻ്റെ എല്ലാം ഒരു മേക്കിംഗ് പാറ്റേൺ ഉണ്ട്, ഇതിനെല്ലാം ഹീറോ സഞ്ചരിക്കുന്ന ഒരു പാതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മോഡാണ് പുള്ളി അതിനകത്ത് പിടിച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നി. വിത്ത് നമ്മുടെ ലാലേട്ടൻ, വിത്ത് മലയാള ഭാഷ, അതിനൊരു സ്പേസോ ടൈമോ ഒന്നുമില്ല. ഓക്കെ, ഈ പടം നമ്മൾ അവതരിപ്പിക്കുന്നത് ഇപ്പം കുറെ ഇന്റലക്ച്വൽസിനെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ മുന്നിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫിലിം ഫെസ്റ്റിവൽ IFFK ഒന്നും അല്ല ഈ പടം റിലീസ് ചെയ്യുന്നത്, ഒരു സാധാ മലയാള ഓഡിയൻസിന്റെ മുമ്പിലാണ് റിലീസ് ചെയ്യുന്നത്. ഈ ഇൻ ഹരിഹർ നഗർ, ടു ഹരിഹർ നഗർ എന്ന് പറയുമ്പോൾ, ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ മലയാളികളും കണ്ടിട്ടുള്ള പടം, മനസ്സിലായില്ലേ? അതിന്റെ സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ വരും. ഇപ്പൊ ഏതെങ്കിലും ഒരുത്തർ റോഡിൽ നിന്ന് തോമസ് ഊട്ടി നമ്മുടെ മനസ്സിൽ താൻ അടുത്ത് വരുന്ന വാക്കെന്ന് പറഞ്ഞാൽ വിട്ടോടാന്നായിരിക്കും, അല്ലെ? ആ രീതിയിൽ പതിഞ്ഞ പടങ്ങളാണ്. ഇപ്പൊ നീ പറഞ്ഞ ഹെർക്കുലീസിന്റെ പടം, ഇതൊക്കെ നമ്മള് എത്ര പേര്, ഐ മീൻ ഞാൻ ചോദിക്കുന്നത് ഒരു ടിപ്പിക്കൽ നോർമൽ ഓഡിയൻസിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ആ മലയാള സിനിമ അങ്ങനെയാണല്ലോ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അത് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമകൾക്ക് ഈ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് മാത്രം നമ്മൾ ഈ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടി വരുന്നു, അല്ലെ എന്തുകൊണ്ട് ഈ സിനിമ മാത്രം ഇത്രയും ചർച്ചാ വിഷയമാവേണ്ടി വരുന്നു? മോഹൻലാൽ എന്ന് പറഞ്ഞ ഫാക്ടർ അവിടെ ഉണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിലേക്ക് റീച്ച് ഉണ്ട്. അപ്പം ആൾക്കാർ എന്താണ് കാണാൻ എക്സ്പെക്ട് ചെയ്ത് പോയത്, ഈ എക്സ്പെക്ടേഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. അവരുടെ മാർക്കറ്റിങ്ങിൽ ഒരു സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിലാണ് ഈ മോഹൻലാൽ ഇങ്ങനെ വരും, മോഹൻലാൽ അങ്ങനെ വരും എന്നുള്ള ചിന്തകളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമകൾക്കും കോൺട്രാസ്റ്റിംഗ് ഒപ്പീനിയൻസ് ആണ്. മിഡിൽ ഗ്രൗണ്ട് കിട്ടിയ ഒരു സിനിമ മേ ബി ആമ്യൻ ആയിരിക്കും. അതുകൊണ്ടാണ് ആമ്യൻ പുള്ളിയുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഈമയോ ആണ്, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ. പക്ഷേ ഞാൻ പറയുന്നത് ഈവൻ ആ പടത്തിന് പോലും 2 ടൈപ്പ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ട്. ഇതെന്ത് പടമാണ്, അല്ലെങ്കിൽ ഇതെന്ത് ഗ്രാൻഡ് പടമാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഓഡിയൻസ് പുള്ളിയുടെ എല്ലാ സിനിമയ്ക്കും ഉള്ളൂ. സെയിം തന്നെയാണ് വാലിബനും. മോഹൻലാൽ ഈ പറയുന്ന ലാലേട്ടനെ നമുക്കും ഈ മാസിയായിട്ട് കാണാൻ ആഗ്രഹമുണ്ട്, കാരണം ഞാൻ ലാലേട്ടൻ്റെ ഫാനാണ്. പക്ഷേ അങ്ങനെ ആ ഒരു സാധനം എക്സ്പെക്ട് ചെയ്തു പോയത് ലിജോ ജോസിന്റെ പ്രശ്നമല്ല. പുള്ളിക്ക് കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. പിന്നെ അതിന് ഹൈപ്പ് നാച്ചുറലി വന്നതാണ്, അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്താണെന്നറിയോ, ഈ അമർ ചിത്രകഥ, ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം എനിക്കെന്തോ വർക്കായി. കാരണം അതിനകത്ത് ഈ ഗ്രാഫിക് നോവൽസിന്റെ ഒക്കെ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡബിൾ ബാരൽ മുതലേ പുള്ളിക്ക് ആ ഒരു വിയേർഡ് കോമിക് സെൻസ് ഉണ്ട്. ആ വിയേർഡ് കോമിക് സെൻസ് വർക്കാവുന്നവർക്ക് ഭയങ്കരമായി കണക്ട് ആവും, ഇല്ലാത്തവർക്ക് അത് അപഹാസ്യവും. അതാണ് എനിക്ക് തോന്നുന്നത് പലർക്കും പറ്റിയിട്ടുണ്ടാവുക. എനിക്കത് വർക്കായി. ഈ പറഞ്ഞതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ അത് പിന്നെ കൊണ്ടുവരാൻ വേണ്ടി ഇരുന്ന പോയിന്റാണ്, അതായത് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ, മനസ്സിലായില്ലേ? പക്ഷെ ഈ സിനിമ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരുപാട് ഇതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വരുന്നുണ്ട്. അവര് പ്രൈസ് ചെയ്യുന്നത് മോഹൻലാലിനെ അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. മോഹൻലാലിനെ പറയുന്നുണ്ട്, ഓക്കെ ലാലേട്ടൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അത് കൂടാതെ അവർ പറയുന്നത് അതിന്റെ ആ ഒരു സിനിമയുടെ ഫ്ലോ ഒക്കെ മനോഹരമായിരുന്നു എന്നൊക്കെ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ എനിക്ക് വർക്കൗട്ടായി, അതിന്റെ സീൻസ് ഒക്കെ എനിക്ക് വർക്കൗട്ടായി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പടം ഓക്കെ വലിയ ഹൈപ്പ് ഇല്ലാതെ ലാലേട്ടന് പകരം ഇപ്പം ദിലീപോ ജോജുവോ അങ്ങനെ ഏതെങ്കിലും ഒരു നടനാണ് ആക്ട് ചെയ്തിരുന്നതെന്ന് വെച്ചോ, ഈ ഒരു പടം തിയേറ്ററിൽ വന്നിട്ട് ആളില്ലാതെ പോകുമ്പോൾ ഇതേപോലെ ഈ പടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം വരുന്ന ഇത്ര ആൾക്കാർ വരുമോ? വരണമെന്നില്ല. ഇപ്പൊ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ ഇപ്പം തന്നെ ഇത്രയും വലിയൊരു ഡിസ്കഷൻ തന്നെ നടക്കുന്നത്. ഇപ്പൊ LJP തന്നെ ഈ പടം ജോജുവിനെ വെച്ചാണ് നടത്തുന്നത്. അപ്പം തന്നെ ഇത്രയും വലിയ ഡിസ്കഷൻ പോലും വരില്ല എനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ അറിയ പോലും ഇല്ല, തിയേറ്ററിൽ വന്ന് പടം സൈഡിൽ എനിക്ക് തോന്നുന്നത്. പോയിന്റ് എനിക്ക് മനസ്സിലായി. ഡബിൾ എഡ്ജ്ഡ് സ്വോർഡാണ് ഈ സാധനം. അതായത് നമുക്ക് ഇത് വർക്കായാലും ഇപ്പം നേരിൻ്റെ കാര്യം എടുത്തു, എല്ലാവരും പറയുന്നൊരു സംഭവമാണ് മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ പിടിച്ചാൽ കിട്ടില്ല. അതേപോലെ തന്നെയാണ് മോഹൻലാൽ സിനിമയ്ക്ക് നെഗറ്റീവ് വേർഡ് ഓഫ് മൗത്ത് വന്നു കഴിഞ്ഞാലും പിന്നെ ആ സിനിമ പിടിച്ചാൽ കിട്ടില്ല. അത് റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ പല സിനിമകളിലും നമുക്ക് തെളിവുള്ളതാണ്. ഈ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ 2 വ്യക്തിത്വങ്ങൾക്ക് ഇനി നമ്മുടെ മുമ്പിലൊന്നും പ്രൂവ് ചെയ്യാനില്ല. അത് ഒരു ഫാക്ടറാണ്. 2, ഈ ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെ ആദ്യമായിട്ടായിരിക്കും മേ ബി ഒരു പ്രസ് കോൺഫറൻസിൽ വന്നിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അതിന് റീസൺ ഈ സിനിമ എല്ലാവരും കാണണം, കാരണം അതിൻ്റെ ബജറ്റ് ആയിരിക്കാം ഒരു റീസൺ, അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്തേക്കുന്ന ഗ്രാൻഡർ സ്കെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഡബിൾ ബാരലിന്റെ ബാക്ക്ലാഷ് ആയിരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ആ സിനിമ അന്ന് ഇറങ്ങിയപ്പം ഒരുപാട് പേര് വളരെ മോശം അഭിപ്രായം പറഞ്ഞിട്ട് ഇപ്പോൾ അതിനൊരു കൾട്ട് ഫോളോയിങ് ഉണ്ട്. അതായത് കാലത്തിന് മുമ്പേ ഇറങ്ങിയ സിനിമ എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു കാലം ഈ സിനിമയ്ക്ക് ആ ഒരു ഫെയ്റ്റ് വരണ്ട, ഇനി പുള്ളി സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറഞ്ഞ ആംഗിൾ തന്നെയാണല്ലോ ഇപ്പോഴും പോകുന്നത്. പുള്ളിയുടെ ആ ഒരു തോട്ട് കാരണം ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് വരണ്ട എന്ന് കരുതിയായിരിക്കും പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നത്. പിന്നെ ആൾക്കാരുടെ ഒപ്പീനിയൻ, ഇപ്പം മോഹൻലാലിൻ്റെ പെർഫോമൻസിനെ കുറേ പേര് നല്ലത് പറയുന്നുണ്ട്. ഈക്വലി എല്ലാവരും നല്ലത് പറഞ്ഞത് ഇതിൻ്റെ വിഷ്വൽസ് ആയിരിക്കും, ഇതിൻ്റെ ആർട്ടായിരിക്കും. ഈ 2 കാര്യങ്ങളും എല്ലാവരും നല്ലത് പറയും. ബാക്കി എതിരഭിപ്രായങ്ങൾ വരുന്നത് മുഴുവൻ സ്റ്റോറി, അത് പ്രസന്റ് ചെയ്തേക്കുന്ന രീതിക്കായിരിക്കും.
ഞാൻ ചോദിക്കുന്നത്, ലിജു ജോസ് പല്ലിശ്ശേരി ഒരു ഡയറക്ടറാണ്. പുള്ളിക്കാരൻ്റെ ഈ ഒരു കണ്ടന്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പുള്ളിയുടെ മനസ്സിൽ എസ്തെറ്റിക്കലി ഇത് ഹൗ ബെറ്റർ ഹീ ക്യാൻ പൊട്രേറ്റ്, അതായിരിക്കുമല്ലോ പുള്ളി ചിന്തിക്കുന്നത്. അത് റീസെൻ്റ്ലി ഞാൻ പുള്ളിയുടെ ഇൻ്റർവ്യൂവിലും കണ്ടു. എല്ലാ സ്ക്രീൻ പ്ലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ലോജിക്ക് വേണമെന്നുണ്ടോ, പിന്നെ ഇതൊരു സ്ക്രീൻ പ്ലേ പാറ്റേൺ തന്നെ ഇല്ല, ഇൻഡിവിജ്വലി ഒരു പീസസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതെടുത്ത് കാണാം. ആൾക്കാർ ഇത്ര എഫർട്ടൊന്നും ഇടേണ്ട കാര്യമില്ല. ഒരു സാധാരണ പ്രേക്ഷകൻ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും അവർ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി ഈ സിനിമ കാണണം, അല്ലെങ്കിൽ ഈ സിനിമ കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെടേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയൊന്നുമില്ല. ആൾക്കാർക്ക് മോശം അഭിപ്രായം പറയാം, അതിനുള്ള ഫ്രീഡം അവർക്കുണ്ട്. പ്രശ്നം എവിടെയെന്ന് പറഞ്ഞാൽ ഇതൊരു ടാർഗറ്റഡ് അറ്റാക്ക് ആകുമ്പോഴാണ്. അതിനകത്തെ നല്ല എലിമെൻസിനെയും കോമിക്കലി നമ്മൾ ഈ ട്രോള് ചെയ്ത് തുടങ്ങുന്ന ഒരു ലെവലുണ്ടല്ലോ, അത്രയ്ക്കും അതിലുണ്ടോ ചോദ്യം. ആ ഒരു പോയിന്റിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നീ എൻ്റെ ആദ്യത്തെ വീഡിയോ ഉണ്ടല്ലോ, അതിൽ എനിക്ക് കാരണം ഞാൻ തിയേറ്ററിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ വീട്ടിൽ ക്യാമറ ഓൺ ചെയ്ത് എടുത്ത എൻ്റെ റിയാക്ഷനാണ്. അതായത് എനിക്ക് പിന്നെ ഉറക്കത്തിൽ പോലും എൻ്റെ ഇംപ്രഷൻ മാറുന്നില്ല. തിയേറ്ററിൽ ഇപ്പം ഈ പടം കൊള്ളില്ല എന്ന് ഞാനൊരു ജഡ്ജ്മെന്റ് വരുത്തിയിട്ട് എനിക്ക് ചിരി വന്നതല്ല. എനിക്ക് ആ എനിക്ക് താനെ ചിരി വന്നത് കുഡ് ബി മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, മറ്റേ സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഫൈറ്റിന്റെ ഇടയിൽ ആ ഫൈറ്റ് ഒരുവിധം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഒരു മ്യൂസിക്, ഒരു കോമഡി, ഒരു നീ പറഞ്ഞ അത് എന്തിനുള്ളൊരു ട്രിബ്യൂട്ട് ആണ്. അപ്പൊ അതേപോലെ ആ മ്യൂസിക് പെട്ടെന്ന് ഒരു ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. മനസ്സിലായില്ലേ? അവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആ മ്യൂസിക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ എനിക്ക് ആ പടം ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ അരത്തിൽ ജഗതി മറ്റേ കാറിൽ വരുന്ന ആ ഒരു മ്യൂസിക് പോലെ ടക്ക് ആ ഒരു മ്യൂസിക് എനിക്ക് അത് കൊമേഡിക്കായിട്ട് തോന്നിയത്. പിന്നെ ഈ പോർച്ചുഗീസ് സായിപ്പും മദാമയും, അത് എനിക്ക് അവർ രണ്ടുപേരും കോമഡി ക്യാരക്ടേഴ്സ് ആയിട്ടാണ് തോന്നിയത്. അതിൽ ഞാനിട്ട വീഡിയോയിൽ തന്നെ 2-3 പേര് ചോദിച്ചിട്ടുണ്ട്, അവർക്കത് കോമഡി ആയിട്ട് തോന്നിയില്ല. മനസ്സിലായില്ലേ? അതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇതെനിക്ക് ജെനുവിൻ ആയിട്ട് തോന്നിയതാണ്. അല്ലാതെ എനിക്ക് ഈ പടം കൊള്ളൂല, ഇനി കോമഡി, മനസ്സിലായില്ലേ? ഇപ്പൊ കൊക്ക് പറയുന്ന പോലെ ഒരു പരിപാടി, കൊക്കിന്റെ മലങ്കൾട്ട് എന്ന് പറയില്ലേ, അങ്ങേര് ഇത് ആ ഒരു റേഞ്ചിൽ അല്ല. എനിക്കിത് ആക്ച്വലി ചിരി വന്നതാണ്. മനസ്സിലായി. പുള്ളിക്കും അങ്ങനെ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി അതിന് സ്വയം ഇട്ട പേരാണ് ഈ മലങ്കൾട്ട്. അതായത് സീരിയസ് ആയി കണ്ടുകൊണ്ടിരുന്ന സാധനം സീരിയസ് അല്ല, ഇത് ചിരിച്ചു കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്തോ ഈ ദുരവസ്ഥ കുറച്ച് ലഘുവാകും എന്ന് കരുതി കാണുന്ന അവസ്ഥയാണ് ഈ മലങ്കൾട്ടെന്ന് പുള്ളി പറയുന്നത്. എനിക്കെന്താണെന്നറിയാം, ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ ആ പർട്ടിക്കുലർ പോർഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. അതായത് ഞാൻ എന്തുകൊണ്ടാണ് ഈ ട്രിബ്യൂട്ട്, ഈ കണക്ഷൻ, ഈ റെഫറൻസസ് ഒക്കെ പറയണമെന്നറിയാം. ഒന്ന്, ഈ ഹെർക്കുലീസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മാത്രമല്ല ഈ സാംസൺ ബൈബിളിലെ, പിന്നെ നമ്മുടെ ഹനുമാൻ, ഇതിൽ നിന്നെല്ലാം പുള്ളി റെഫറൻസ് എടുത്തിട്ടുണ്ടെന്നുള്ളത് പുള്ളിയുടെ ഇന്റർവ്യൂ തന്നെ പുള്ളി പറഞ്ഞായിരുന്നു. ഒന്ന് മാത്രമല്ല, അത് ഒരു ഇന്റർവ്യൂ സിനിമ റിലീസിന് മുമ്പാണോ? മുമ്പും ശേഷവും പറഞ്ഞു. ശേഷം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം ഇതില് കുറച്ച് ഇപ്പം നിന്നെ ഇവിടെ ബ്രേക്ക് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില പോസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഇതൊരു മുത്തശ്ശി കഥയാണ്. അത് റിലീസിന് ശേഷമാവുന്നത് അല്ലേ? പക്ഷേ മുത്തശ്ശി കഥ എന്നുള്ളതിന് പകരം അമർചിത്ര കഥയാണെന്ന് അവർ റിലീസിന് മുമ്പേ പറഞ്ഞിരുന്നു. അതായത് ഒരു അമർചിത്ര കഥ മോഡിലാണ് നമ്മൾ ഇത് എടുത്തേക്കുന്നത്. ഓക്കെ, അമർചിത്ര കഥ എന്താണ്? മാത്രമല്ല മോഹൻലാൽ റിലീസിന് മുമ്പ്, മോഹൻലാലാണല്ലോ അത് നമ്മുടെ, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ മലൈക്കോട്ടെ വാലിബന്റെ ലാലേട്ടന്റെ ഒരു മാസ് ടൈപ്പ് പ്രൊമോഷൻ ഉണ്ടായിരുന്നല്ലോ, ടീസറും. ഇതിനകത്ത് കുഴപ്പമെന്നറിയോ, മാസ് എന്ന് പറയുമ്പോൾ ആരാണ് മാസ് എടുക്കുന്നത് എന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു എക്സാമ്പിൾ കൂടെ പറയാം. ഉസ്താദ്, 6-ാം തമ്പുരാൻ. ഉസ്താദ് എന്ന് പറയുന്ന സിനിമയും മാസ് സിനിമയാണോ? മാസാണ്. 6-ാം തമ്പുരാനും മാസ് സിനിമയാണോ? ഈ സിബി മലയിൽ സാറിന്റെ ഒക്കെ ഒരുപാട് ഇന്റർവ്യൂസ് നമുക്കിപ്പോൾ കാണാൻ കിട്ടും. രഞ്ജിത്തിന്റെയും ഷാജി കൈലാസിന്റെയും ഇവരെല്ലാവരും മാസ്റ്റേഴ്സാണ്. ഇവരെല്ലാവരുടെയും ഇന്റർവ്യൂസ് നമുക്കിപ്പോൾ യൂട്യൂബിൽ കിട്ടും. ഇവരെല്ലാവരുടെയും ഇന്റർവ്യൂ ഈ 2 സിനിമകളുടെയും പിന്നാമ്പുറ കഥകൾ ഇപ്പം നമുക്ക് കേൾക്കാം. അപ്പോൾ അതിനകത്ത് നരസിംഹം ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ തമ്മിലുള്ള ഡിസ്കഷൻ എന്ന് പറയുന്നത്, ഉസ്താദ് മാസിൻ്റെ ഡോസേജ് കുറഞ്ഞുപോയി, നമ്മൾ കുറച്ചുകൂടെ മാസ് വേണമായിരുന്നു. അങ്ങനെയാണ് നരസിംഹം എന്ന സിനിമ ഉണ്ടാകുന്നത്. അതിൻ്റെ ഫേറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. കാരണം മലയാളത്തിൽ അതിലുള്ള ഏറ്റവും വിജയ ചിത്രമായിട്ട് അത് മാറി. സിബി മലയിൽ സാറ് കണ്ട മോഹൻലാലിൻ്റെ മാസിൻ്റെ വെർഷനാണ് നമ്മൾ ഉസ്താദി കണ്ടത്. പക്ഷേ ഉസ്താദ് നരസിംഹമോ 6-ാം തമ്പുരാനോ പോലെ വലിയൊരു വിജയമായില്ല. അത് വിജയമായി, പക്ഷെ വലിയൊരു വിജയമായില്ല. അഭിനയിച്ചത് മോഹൻലാൽ തന്നെയാണ്, മാസ് കാണിച്ചത് മോഹൻലാൽ തന്നെയാണ്. അത് ഓരോ മേക്കേഴ്സ് പ്രസന്റ് ചെയ്യുന്നതിൻ്റെ അളവും തോതും വ്യത്യാസമാണ്. അപ്പോൾ ലിജു ജോസ് പല്ലിശ്ശേരി ഉദ്ദേശിച്ച മോഹൻലാലിൻ്റെ മാസി അവതാരം അതായിരിക്കും. പിന്നെ പുള്ളിയോട് മോഹൻലാലിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി റീസെന്റ് ഒന്നുകൂടെ പറഞ്ഞു, മോഹൻലാൽ ഒരു അടിപ്പട നായകനല്ല, നമ്മുടെ മനസ്സിലും അല്ല. പക്ഷേ മോഹൻലാലിന്റെ അടിപ്പടങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിക്കുന്ന ഇമ്പാക്റ്റും അത് ക്രിയേറ്റ് ചെയ്തൊരു കൾട്ട് സ്റ്റാറ്റസും ഉണ്ട്. അതുകൊണ്ടാണ് മോഹൻലാൽ ഈ വാറിയർ മോഡി വരുമ്പം നമ്മൾ ഈ ഒരു സ്പടികം എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പടികം മോഡൽ ഒരു അടി എക്സ്പെക്ട് ചെയ്യുന്നത്. ആരും സ്പടികം എക്സ്പെക്ട് ചെയ്ത സിനിമ കണ്ട് കാണാൻ പോയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മോഹൻലാലിന്റെ ആ ഒരു മാസിനെസ് ആ ആംഗിളിൽ കണ്ടത് നമ്മളാണ്.
ലിജോ കണ്ടത് അങ്ങനെ ആയിരിക്കില്ല. ഇത് പ്രശ്നം ഇത്രയേ ഉള്ളൂ, പ്രതിഭയും പ്രതിമാസവും ഒരുമിക്കുന്നു, മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ക്രിയേറ്റ് ആകുന്ന ഒരുതരം ഹൈപ്പാണിത്. എനിക്ക് തോന്നുന്നില്ല മേക്കേഴ്സും അങ്ങനെ ഇന്റൻഷ്യലി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഞാൻ ആരെയും കുറ്റം പറയില്ല, ഇതൊരു വളരെ നോർമൽ സിനിമയാണ്. ആ നോർമൽ സിനിമയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വൈരുദ്ധ്യ അഭിപ്രായങ്ങൾ വരുന്നു പറഞ്ഞാൽ അത് ലിജോ ജോസ് പുള്ളിശ്ശേരി സിനിമ ആയതുകൊണ്ടാണ്. കാരണം പുള്ളിയുടെ ഏത് സിനിമയാണ് അങ്ങനെ അല്ലാത്തത്? വീണ്ടും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, 120 മിനിറ്റ് സിനിമ ഭയങ്കര ലാഗ്, സ്ലോ ആണെന്നൊക്കെയാണ്. ഇത്തരത്തിലുള്ള വെസ്റ്റേൺ ടൈപ്പ് മൂവീസിന്റെ 1 മണിക്കൂറോളം തന്നെ സ്ലോ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അത് ആ വേൾഡ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ലിജോയും അതാണ് ശ്രമിച്ചേക്കുന്നത്. അതായത് ഇപ്പോൾ കഥ ഡെവലപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ എൻ്റെ പേര് നോർമലി ഇന്ന യൂഷ്വൽ വേ കഥ പറഞ്ഞു പോകുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ലിജോ അതിനകത്ത് ശ്രമിച്ചേക്കുന്നത് ഈ കാളവണ്ടിയുടെ ലോങ് ഷോട്ടിനും ഈ പറയുന്ന വിഷ്വലി അത് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പം പുള്ളി ആ വേൾഡ് നമുക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുന്ന ആംഗിൾ അതായിരിക്കും ചിലപ്പോൾ. മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കുന്നത് വീണ്ടും വീണ്ടും എന്തിന് ഇങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ അല്ലേ എന്ന് നമ്മൾ തന്നെ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നു. ഒരു സിനിമ കാണാൻ നമുക്ക് ഫ്രീഡം ഉണ്ട്. അല്ലെ, ഫ്രീഡം ഉണ്ട്. ഞാൻ ഇത് പറയാനുള്ള കാര്യം വേറൊന്നും കൊണ്ടല്ല, എന്തുകൊണ്ട് ഈ ആൾക്കാർ കുറെ പേർക്ക് ഇത് വർക്ക്ഔട്ട് ആവാതെ പോയി എന്ന് മനസ്സിലാക്കാൻ. മനസ്സിലായി, അത് മനസ്സിലാഞ്ഞിട്ടല്ല. ഞാൻ വീണ്ടും പറയാം, ഡിസ്ക്ലെയിമർ ഇട്ടല്ല ഞാൻ പറഞ്ഞ, ഈ സിനിമ കണ്ട 70% അല്ലെങ്കിൽ 75% ആൾക്കാർക്കും ഇത് കണക്ട് ആയിട്ടില്ല. അത് അവരുടെ തെറ്റല്ല. കണക്ട് ആയ 20%, 25% മിടുക്കന്മാരല്ല. ഒരു കാരണവശാലല്ല. പക്ഷെ അങ്ങനെ ഒരു രീതിയിൽ ഒരു പറച്ചിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ നാടിന്റെ കുഴപ്പമാണ്. പക്ഷെ ഓപ്പോസിറ്റ് സൈഡും ഇതേ കുഴപ്പമുണ്ട്. എന്താണെന്നറിയാവോ? അതായത് ഒരാൾക്ക് ഈ സിനിമ മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവനെ ബുദ്ധിജീവി ആക്കുന്നത് മറ്റേ സൈഡാണ്. കാരണം ഇഷ്ടപ്പെടാൻ ബുദ്ധിജീവി ആവണമെന്നില്ല. ചില കാര്യങ്ങൾ എനിക്ക് ഈ ഇടയിൽ ഈ പടം റിലീസിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാവർക്കും മനസ്സിലാവും, ചിലവർക്കേ മനസ്സിലാവുള്ളൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറെ ഒരെണ്ണം, ഈ പടം ഒരു 10 വർഷം കഴിഞ്ഞിട്ട് കാണേണ്ട അപ്പോഴേ കത്തുള്ളൂ. അപ്പൊ ആൾക്കാർ ചോദിക്കും എനിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ഇറക്കും. ഇപ്പം കുറച്ച് എനിക്ക് മനസ്സിലാവുന്നത്, ഈ പടം ഇല്ലേ, ഈ പടത്തിന് യുണീക്ക് ആക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞ പോലെ ഇതിന്റെ വിഷ്വൽസ്, സൗണ്ട് എഫക്ട്സ്, ഓഡിയോ, ബാക്ക്ഗ്രൗണ്ട്, ആർട്ട്, ഈ 3 ഫാക്ടേഴ്സ് അടിപൊളിയാണ് ഈ പടത്തിൽ. മനസ്സിലായി? നമ്മുടെ തിയേറ്ററിൽ കണ്ണടഞ്ഞു പോവാതെ ഇങ്ങനെ നോക്കിയിരുത്തുന്നത് ഈ കളേഴ്സും ഈ ക്യാമറയുടെ ഓരോ ഷോട്ട്സ് ഒക്കെയാണ്. ഇതാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നീ ഒരു കോമിക് ബുക്കിന്റെ ഓരോ പേജിൽ കാണുന്ന ആ കളർഫുൾ ആസ്പെക്റ്റിൽ ഓരോ ഫ്രെയിമും വെച്ചിട്ടുണ്ട്. നീ ഇത് സ്ക്രീൻഷോട്ട് എടുത്തൊരു ബുക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും. അതിന്റെ പക്ഷെ ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ മാത്രം. മനസ്സിലായി? അത് പ്രിന്റ് ചെയ്ത് വേണമെങ്കിൽ ബുക്കായിട്ട് ഇപ്പം വേണമെങ്കിൽ ഈ സിനിമയിൽ നടക്കാം. ഈ സിനിമ ലേറ്റർ ഓൺ ഒരുപാട് പേര് തിയേറ്റർ കണ്ടിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു ഈ പടം കൊള്ളില്ല എന്ന് ആരാണ് പറഞ്ഞത്? എന്ത് അടിപൊളി പടമാണ്, നോക്കൂ എന്ത് അടിപൊളി വിഷ്വൽസ് ആണ്. ഞാൻ പറഞ്ഞു എന്ത് അടിപൊളി വിഷ്വൽസ് ആണ്, എന്ത് അടിപൊളി സൗണ്ട് ട്രാക്ക് ആണ്, എന്ത് അടിപൊളി ആർട്ടാണ്. ഈ 3 സാധനങ്ങളും അടിപൊളി അല്ല എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ശരി. ഇതിന്റെ പോസിറ്റീവ്സ് തന്നെയാണ് സിനിമ. ഇതാണ് ഈ സിനിമയുടെ പോസിറ്റീവ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. ലാലേട്ടന്റെ ആക്ടിങ് ഓക്കെ കൊള്ളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഒരു സ്റ്റോറി ലൈൻ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൽ എക്സ്ട്രീംലി ലോങ് ഒരു ഡ്യൂറേഷൻ എടുക്കുന്ന ഫ്രെയിംസ് വയ്ക്കുമ്പോഴത്തേക്കും താനെ നീ പറഞ്ഞത് നമുക്ക് ലിജോയുടെ പടങ്ങൾക്ക് മൂവിക്ക് അകത്ത് കയറിയിരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളത് താനെ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കണക്ട് ആയി പുറത്ത് വരും. മനസ്സിലായി? അത് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവരിലും സംഭവിക്കില്ല. ഇപ്പൊ നീ എൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷ്വൽ ആംഗിളോ അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനോ ഇതെല്ലാം എല്ലാവരെയും പോലെ എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ നീ ഈ പറഞ്ഞ ഡിസ്കണക്ട് എനിക്ക് സംഭവിച്ചില്ല. ഞാൻ ലിജോയുടെ വേൾഡിനകത്ത് ഇരുന്നിട്ടും വളരെ പതിഞ്ഞ താളത്തിൽ ഈ പറയുന്ന കാളവണ്ടി വരുന്നതും ആ ചുറ്റുപാടും എല്ലാം ഇരുന്ന് ആസ്വദിച്ച് സമാധാനമായി എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റി. അത് പറ്റുന്നതാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ആസ് ആൻ ഓഡിയൻ ഹൗ വി ഡിഫർ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇപ്പൊ നീ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഇതെല്ലാം കൊള്ളൂല്ല എന്ന് ആരും പറഞ്ഞില്ലല്ലോ, അപ്പൊ കൊള്ളൂല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കണക്ട് ഫീൽ ചെയ്തു, കഥയുടെ ഒരു പാറ്റേൺ കിട്ടിയില്ല, ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഞാനോ അല്ലെങ്കിൽ ഒരു ചെറിയ സമൂഹം ആൾക്കാരോ പറയാൻ ശ്രമിക്കുന്നത് ഈ കഥയിൽ ഇങ്ങനെ ഒരു പാറ്റേൺ അവർ പിടിച്ചത് എനിക്ക് വർക്കായി, ഇൻഡിവിജ്വലി ഇയാളുടെ ഓരോരോ അഡ്വഞ്ചേഴ്സ് ആയിട്ടാണ് തോന്നിയത്. അതിനുശേഷം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഒരുപാട് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതായിട്ടുള്ള റെഫറൻസ് എല്ലാം എനിക്ക് വർക്കായി. ഫോർ എക്സാമ്പിൾ ഭാഷയുടെ ഒരു സീനൊക്കെ അതേപോലെ പറഞ്ഞിട്ടുണ്ട്, ദോ അങ്കേ പാർ കണ്ണ, ഇതെല്ലാം ഡയറക്റ്റ് റെഫറൻസസ് ആണ്. അത് തമിഴ്. അപ്പം ഈ എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഷോലെ സിനിമ പുള്ളി ഒത്തിരി തവണ കണ്ടുകൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പോർച്ചുഗീസ് ആ സംഗീതം ഉണ്ടല്ലോ, ആ മലൈക്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ ഈ പറയുന്ന ആ
ചില്ലൊക്കെ പൊട്ടിച്ചിട്ടിട്ട് രണ്ട് നായകന്മാർ ഡാൻസ് കളിക്കുന്നത്, ഇത് ഷോലയില് ഹേമമാലിനി ചെയ്ത സെയിം സാധനത്തിന്റെ റീക്രിയേഷൻ. അതെ, നെയിൽസിൽ. അപ്പോ ഈ സാധനങ്ങളെല്ലാം ഷോലയുടെ ആ ഹേമമാലിനി ഡാൻസ് ചെയ്ത ആ സാധനത്തിന്റെ റീക്രിയേഷൻ പോലെയാണ്. പിന്നെ ഈ ഹെലന്റെ ഡാൻസ് ഉണ്ട് അതിനകത്ത്, മെഹബൂബ പാട്ടിന്റെ ആ സെയിം സാധനം അതിനകത്ത് ഒരു ബെല്ലി ഡാൻസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്കിതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആണ് തോന്നിയത്. അതെല്ലാവർക്കും തോന്നണമെന്നില്ല. പിന്നെ ഇതാണ് പണ്ടത്തെ സിനിമകൾ നമ്മൾ കണ്ടിട്ട്. സോറി ഇന്ററപ്റ്റ് ചെയ്യുന്നത്, എനിക്ക് പറയാനായിരുന്നു. ഇപ്പൊ നീ ഇത് ഷോലയുടെ റെഫറൻസ് ആണെന്ന് നീ പറഞ്ഞു, ഇത് നിനക്ക് താനെ കത്തിയതല്ലേ? അതെ അതെ. അതല്ല, നീ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് നീ എക്സ്പെക്ട് ചെയ്തിരുന്ന പുള്ളി ഇങ്ങനെയുള്ള ട്രിബ്യൂട്ട്സ് ഈ പടത്തിൽ? ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. അല്ലേ? ഒരിടത്ത് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പും പുള്ളി പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഹെർക്കുലീസിന്റെ ഭാഷയുടെ ഇതിന്റെയൊക്കെ ട്രിബ്യൂട്ട് ആണെന്ന് നീ മനസ്സിലാക്കിയതാണ്. കാരണം നീ സിനിമയെ അത്രയും ഡീപ്പായിട്ട് ഇതിനകത്ത് ഡെപ്തിന്റെ അല്ല സംഭവം എന്ന് പറഞ്ഞാൽ, അത് എന്റെ എന്തോ എനിക്ക് കണക്ട് ആവുന്ന ടൈപ്പ് തോട്ട്സ് ആണ്, അത്രേ ഉള്ളൂ. അത് എനിക്ക് കണക്ട് ആവുന്ന അല്ലാത്ത ടൈപ്പ് തോട്ട്സ് ഉള്ള സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെടില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇഷ്ടപ്പെടുന്നവരാരും മോശക്കാരോ ഇഷ്ടപ്പെട്ടവരാരും മിടുക്കരോ തിരിച്ചോ അല്ല. ഈ ഹോളിവുഡ് ആക്ഷൻ പടങ്ങൾ, അതായത് ആക്ഷൻ പടങ്ങൾ ഞാൻ പറയുമ്പോൾ ഈ സ്പൈ ത്രില്ലേഴ്സ് ഇതുപോലുള്ള സംഭവങ്ങൾ, സൈഫൈ സാധനങ്ങൾ, എനിക്കിതൊന്നും കണക്ട് ആവത്തൂലുമില്ല പലതും. കാരണം എന്ന് പറഞ്ഞാൽ അതെല്ലാം എൻ്റെ തോട്ടിനോ അല്ലെങ്കിൽ എൻ്റെ ആസ്വാദന നിലവാരത്തിനോ അപ്പുറത്താണ്, അങ്ങനെ ഞാൻ കരുതുള്ളൂ. ഇത് ആക്ച്വലി ഡെപ്തിന്റെ ഒന്നും വിഷയമല്ല. നമുക്ക് എന്താണ് അപ്പീൽ ചെയ്യുന്നത്, നമുക്ക് എന്ത് അപ്പീൽ ചെയ്യുന്നില്ല, ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. അത് ലിജോയുടെ സിനിമയാണ്, ഇതിനകത്ത് മോഹൻലാൽ ഉള്ളതുകൊണ്ടാണ് ഇതിനകത്ത് ആവശ്യമുള്ളതാണോ എന്ന് ഞാൻ ചോദിച്ചാൽ ആവശ്യമുള്ളതല്ല. ഇത്രയൊന്നും ഒരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യവുമില്ല. കാരണം ഒരു സിനിമ കണ്ട ആൾക്കാർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നിടത്ത് ആ സിനിമ പരാജയപ്പെട്ടു. അവിടെയാണ് മലയക്കോട്ടെ വാലിബൻ പരാജയപ്പെട്ടത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടി വിചാരിച്ചിട്ടും കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. കാരണം ഒരാൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, അതേപോലെ തന്നെ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. എനിക്ക് കണക്ട് ആയത്, എനിക്ക് ചിന്തകൾ ഡെപ്ത് ആയതുകൊണ്ടല്ല, എനിക്കത് മനസ്സിലായി. അവിടെ മനസ്സിലാവാത്തവർക്ക് ഇഷ്ടപ്പെടില്ല. ഇതേപോലെ പല സിനിമകളിലും ഉണ്ട്. പിന്നെ നേരത്തെ നീ ചോദിച്ചൊരു ചോദ്യം പറയാൻ വിട്ടുപോയി, കാലത്തിന് മുമ്പേ ഇറങ്ങിയെന്ന്. അത് ആദ്യം പറയുന്ന സിനിമ മലയക്കോട്ടെ വാലിബനല്ല. അത് ഇഷ്ടം പോലെ സിനിമകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ദേവദൂതന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, മായാമയൂരത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ പഴയ കെ ജോർജ് സാറിന്റെ സിനിമയൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് അന്നും ഇന്നും എന്നും റെലവെന്റ് ആണ്. പത്മരാജന്റെ എത്രയും സിനിമകൾ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഇറങ്ങേണ്ട സിനിമയല്ല, ഇപ്പൊ ആൾക്കാർ അതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇന്നലെ തൂവാനത്തുമ്പികളൊക്കെ അന്ന് ഫ്ലോപ്പ് ആയിരുന്നു, ഇപ്പോഴാണ് ആൾക്കാർ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത്. ദേശാടനങ്ങൾ കരാറിലെ ഒരു സബ്ജക്റ്റ് ഒക്കെ അന്നും റെലവെന്റ് ആണ്, പക്ഷെ അന്ന് ആൾക്കാർക്ക് അത്ര മനസ്സിലായില്ല. ഇന്നായിരുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു. അപ്പൊ ഇത് ആദ്യം പറയുന്ന സിനിമയല്ല മലയക്കോട്ടെ വാലിബൻ. എന്നാൽ പിന്നെ അപ്പം ഇറങ്ങിയാൽ പോരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു കാലം ഉത്തരം ഉണ്ടാവില്ല. കാരണം അവർക്ക് ആ മേക്കേഴ്സിന് അപ്പം ആ തോട്ട് വന്നു, അവരത് സിനിമയായി ചെയ്തു. അതൊരു റെക്കോർഡിക്കൽ പ്രൂഫാണ്. നാളെ ഒരു കാലം തിരിഞ്ഞു നോക്കിയിട്ട് ഓ ഇതായിരുന്നു അന്ന് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നിടത്താണ് ആ സിനിമയുടെ ലോഞ്ചിവിറ്റി ഇരിക്കുന്നത്. ഈ സിനിമയ്ക്ക് അത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പം ആ സിനിമ കണ്ട് ഇഷ്ടമല്ല എന്ന് പറയുന്നവരാരും തെറ്റുകാരൊന്നുമല്ല, ഒരിക്കലും അല്ല. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം കൊണ്ട് പറയാം. ഞാൻ എൻ്റെ ഭാഗത്ത് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഈ സിനിമ ഐ ഫൗണ്ട് ഇറ്റ് എന്റർടൈനിങ് ബട്ട് ഇൻ എ ഡിഫറെന്റ് വേ. ഐ തിങ്ക് അതായിരിക്കത്തില്ല ലിജോ ഉദ്ദേശിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് ആ ഒരു കോമഡി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ആംഗിളിലായിരിക്കില്ല ലിജോ ഉദ്ദേശിച്ചത്. ആ പടം പല സമയത്തും I kind of like disconnected and started doing something else, like checking my phone for something. എനിക്ക് തോന്നുന്നത് എന്താ, ഈ ഡിസ്കണക്ട് വന്നവരെല്ലാവരും ചിലപ്പോൾ ഒരു കഥ കേൾക്കാനായിരിക്കും പോയത്. മനസ്സിലായി? ഞാൻ ഒരു കഥ എക്സ്പെക്ട് ചെയ്തു, കഥ കേൾക്കാനായിരിക്കും പോയത്. ഞാൻ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഒരു 90s സമയത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സിനിമ ഇപ്പോൾ ഒരുപാട് മാറി. അത് നമ്മളെല്ലാവരും എഗ്രി ചെയ്യുന്നു. ഇപ്പോൾ ഒരു സിനിമ വിജയിക്കാൻ ഒരു പ്രോപ്പർ കഥ തന്നെ വേണമെന്നില്ല. പല സിനിമകളും വിജയിക്കുന്നതിന്റെ മേക്കിംഗ് പാറ്റേൺ, മേക്കിംഗ് സ്റ്റൈലൊക്കെ കൊണ്ടാണെന്ന് പറയാം. റീസെന്റ് ഭയങ്കര വിജയിച്ച ഒരു സിനിമയാണ് ഭീഷ്മപർവം. എനിക്ക് ഭീഷ്മപർവം ഒരു കണക്റ്റും തോന്നാത്ത സിനിമയാണ്. അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഭീഷ്മപർവം നമ്മുടെ ഇൻഡസ്ട്രി ഹിറ്റുകളിലൊന്നാണ്. എനിക്ക് ആ സിനിമ വർക്കായില്ല. പക്ഷെ എനിക്ക് റോർഷാക്ക് ഭയങ്കരമായിട്ട് വർക്കായി. റോർഷാക്കിൽ എന്താണ്, അതിന്റെ കോൺസെപ്റ്റിൽ ഒരു ഭയങ്കര നോവൽറ്റി ഉണ്ടായിരുന്നു, മേക്കിങ്ങിൽ ഒരു നോവൽറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ നമുക്ക് എല്ലാ സിനിമയും ഒരുപോലെ ഇരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മിസ്റ്റേക്കാണ്. ഞാൻ കഥ എക്സ്പെക്ട് ചെയ്തല്ല പോയത്, ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്തല്ല പോയത്. പോയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഹീറോസ് ജേണി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് ലോകത്തുള്ള എല്ലാ സിനിമകളിലും ഒരു ഹീറോ കടന്നു പോകുന്നത് ഈ 12 ഫേസ് അല്ലെങ്കിൽ 17 ഫേസിൽ കൂടിയാണ് എന്ന് പറയും. ആ ഒരു മോണോലിത്തിനെ ഒരുവിധം കറക്റ്റായിട്ട് ലിജോ ഇന്റർപ്രറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അതായത് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉള്ള ഒരു ഹീറോയ്ക്ക് ചലഞ്ചസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അതാണ് തുടക്കത്തിലെ സംഭവങ്ങൾ. പിന്നെ പുള്ളിക്ക് ഓരോ ചലഞ്ചസ് വരുന്നു. ആ ചലഞ്ചസ് പുള്ളി എങ്ങനെ ഫേസ് ചെയ്യുന്നു, ആ ഫേസ് ചെയ്യുന്നതിലെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, അവിടെ പുള്ളി ആരെയൊക്കെ കണ്ടുമുട്ടുന്നു, പിന്നെ പുള്ളിയുടെ ലൈഫിലേക്ക് ആരൊക്കെയാണ് കടന്നു വരുന്നത്, പിന്നെ ഇന്റേണൽ സ്ട്രഗിൾസ് അതിന്റെ കൂടെ വരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലക്ഷ്യം നിറവേറ്റേണ്ടത് നീയാണെന്ന് പറഞ്ഞാണ് അയ്യനാർ കൂടെ നടക്കുന്നത്. എന്താണ് ആ ലക്ഷ്യം എന്നുള്ള എൻ്റെ ഒരു ക്വസ്റ്റ്. പിന്നെ ഒരു ഫീമെയിൽ ആംഗിൾ വരുന്നു. അതൊക്കെയാണ് ഇതിന്റെ നാച്ചുറൽ പ്രോഗ്രഷൻ ഓഫ് ഹീറോസ് ജേണി. ലാസ്റ്റ് അത് ക്ലൈമാക്സിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും
പുള്ളി, അതായത് ആരാണ് പുള്ളി എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവിലേക്കുള്ള ഒരു ജേർണി പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതായത് ആ റെവലേഷൻ ഓഫ് എ ഹീറോ എനിക്ക് ആ കറക്റ്റ് മൊത്തം ആ ഒരു ഫ്ലോ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. മനസ്സിലായില്ലേ? ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കൂ, അല്ലെങ്കിൽ ഇത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണോ പറഞ്ഞേക്കണം, മേ ബി ആയിരിക്കില്ല. അതായിരിക്കാം അതിൻ്റെ കുഴപ്പവും. ഞാൻ പറഞ്ഞല്ലോ, ഫ്ലോസ് ഉള്ള ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. പക്ഷേ എന്നെ പോലെ ഒരു ഓഡിയൻ അത് കണ്ടപ്പോൾ, അതായത് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ എനിക്കത് ബോറായി തോന്നിയില്ല. ഞാൻ ഈ അഭിപ്രായങ്ങളെല്ലാം വരുന്നതിന് മുമ്പേ ആ സിനിമ കണ്ടത്. പറഞ്ഞല്ലോ, 6:30 ഷോ കഴിഞ്ഞ് 9:30 അതിൻ്റെ അഭിപ്രായങ്ങൾ വരുന്നതിന് മുമ്പേ ഞാൻ തിയേറ്ററിൽ കയറി. ഞാൻ തിയേറ്ററിൽ കയറി ഫ്രഷ് മൈൻഡോട് കൂടിയാണ് ഞാൻ ആ സിനിമ കാണുന്നത്. ഞാൻ ഈ നെഗറ്റീവ് ഒപ്പീനിയനോ പോസിറ്റീവ് ഒപ്പീനിയനോ ഒന്നും കേട്ടിട്ടില്ല. ഞാൻ പുറത്തിരുന്ന് ചിലപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് ഈ നെഗറ്റിവിറ്റി മുഴുവൻ കേട്ടിട്ടാണ് ഞാൻ കാണുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇപ്പം ഇഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടേനെ. മനസ്സിലായില്ലേ? പോസിറ്റീവ് ഒപ്പീനിയനാണ് ആ പടത്തിന് വന്നിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം തേടിയായിരിക്കും സിനിമയിൽ പോകുന്നത്. ഈ ഫ്രഷ് മൈൻഡ് എനിക്ക് ഉണ്ടാവണമെന്നില്ല. ഞാൻ ഈ മാസി സാധനങ്ങളോ ഒന്നും എക്സ്പെക്ട് ചെയ്തല്ല പോയത്. ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയ്ക്കും ഞാൻ അങ്ങനെ പോകാറില്ല. കാരണം അയാൾ അങ്ങനെ ഒരു ഫിലിം മേക്കറാണ്. നമ്മൾ അങ്ങനെ കണ്ടിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ പഴയ സിനിമകൾ, ഇപ്പൊ കിലുക്കം അല്ലെങ്കിൽ യോദ്ധ സിനിമ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസിലി കൊള്ളാമെന്ന് പറയാം. നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്യാമറ കൊള്ളാം, മേക്കപ്പ് കൊള്ളാം, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കൊള്ളാമോ കൊള്ളൂലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ സിനിമകൾക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാലഘട്ടം മാറിയതിൻ്റെയും കൂടെയാണ്. നമുക്ക് നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. അപ്പം ബേസിക്കലി ഇങ്ങനെ ഒരു ട്രാൻസിഷൻ വരുമ്പോൾ, മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ വരുമ്പോൾ ഓബ്വിയസ്ലി ആൾക്കാർക്ക് അത് കണക്ട് ആവാനും കുറച്ച് സമയം വേണ്ടി വരും. ഉറപ്പായിട്ടും വേണ്ടി. ഫാമിലി ഓഡിയൻസ് പോകുന്നത് ഒരു വീക്കെൻഡ് അവർ ഇപ്പൊ ഒരാൾ തിയേറ്ററിൽ പോയിരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോ മൊമെന്റും ഒരു എന്റർടൈൻമെന്റ് ആണ്. മനസ്സിലായി? ആ ഒരു എന്റർടൈൻമെന്റ് കിട്ടി എന്നുള്ള റിലീഫോടുകൂടി പുറത്ത് വരണം. മനസ്സിലായില്ലേ? ചിലവര് തിയേറ്ററിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ സിനിമ സ്റ്റഡി ചെയ്യാനാണ് പോകുന്നത്, അതിന്റെ മേക്കിംഗ് ആംഗിൾ. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ വിഷ്വൽ ആംഗിൾ, കാരണം എനിക്കെന്ന് പറഞ്ഞാൽ ഫിലിം മേക്കിംഗ് ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? എനിക്ക് വീഡിയോസ് ഉണ്ടാക്കണം, വ്ളോഗ്സ് ഉണ്ടാക്കണം. അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ കോഴ്സ്. മനസ്സിലായില്ലേ? ഇതെങ്ങനെയാണ് ചെയ്തത്, ആ ഷോട്ട് എങ്ങനെയാണ്, ആംഗിൾ എങ്ങനെ, ആ ഒരു ഇതിൽ ഞാൻ ഫുള്ളി കൺവിൻസ്ഡ് ആണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ അഭിപ്രായം മറ്റുള്ളവരുടെ സ്വാധീനത്തിന് വിട്ടുകൊടുക്കരുത്. പറയട്ടെ, എനിക്ക് അത്ര ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. ഇതുവരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ലിജോ ജോസ് പെല്ലിശ്ശേരിയും സിനിമ പോലൊരു സിനിമ തന്നെയാണ് മലൈക്കോട്ടെ വാലിബനും. പുള്ളി ഒരു ഡിഫറൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിഫറൻസ് നമുക്ക് വർക്കായാൽ നമുക്ക് സിനിമ ഇഷ്ടപ്പെടും. വർക്കാകുന്നവരെല്ലാം മിടുക്കന്മാരും വർക്കാകാത്തവരെല്ലാം മോശക്കാരും, അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കൾച്ചറിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ പോകേണ്ട കാര്യമില്ല. കണ്ടു നോക്കുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ തന്നെ. അത് ഓവർ മോശം സിനിമയല്ല, പറയപ്പെടുന്ന ഗംഭീര ഒരു ഫ്ലോസും ഇല്ലാത്ത സിനിമ, അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. കാരണം എനിക്ക് ആ വേൾഡ് ഇഷ്ടപ്പെട്ടു. അതിൽ പറയാൻ ശ്രമിച്ചേക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. കുറച്ച് അനാവശ്യ സ്ഥലത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ച തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമ മൊത്തത്തിൽ വർക്കായ ഒരു സിനിമയാണ്. സെക്കൻഡ് പാർട്ട് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ്. അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ അവരെങ്ങനെ വർക്ക് ചെയ്തെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ലിജോ ജോസ് പെല്ലിശ്ശേരി ആയതുകൊണ്ട് എനിക്ക് ഹോപ്പുണ്ട്. അപ്പം അവസരം ഉണ്ടെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് സ്വയം വിലയിരുത്തണം എന്നേ ഞാൻ പറയുള്ളൂ. ഇഷ്ടപ്പെടാതിരിക്കാം, വിച്ച് ഇസ് പെർഫെക്റ്റ്ലി നോർമൽ, പെർഫെക്റ്റ്ലി ഫെയർ. അതിൽ ഒരു തെറ്റുമില്ല. ഇത് വിശകലനം ഓവറായിട്ട് ചെയ്യാതിരിക്കുന്നതാണ് ശരി. ഈവൻ ദോ നമ്മളിപ്പോൾ അതാണ് ചെയ്യുന്നതെങ്കിലും എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഇത് കാണാനുള്ള അവസരം പോയതിന് ശേഷം പിന്നീട് റിപ്പൻറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ പലയിടത്തുനിന്നും പല അഭിപ്രായം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചാൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ട്രൈ ഇറ്റ് ഔട്ട്. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടട്ടെ, അത് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഒരെണ്ണം ചെയ്തു, അതിൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു. എൻ്റെ കാര്യം ഇവൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കേട്ടപ്പോൾ ഐ തോട്ട് ഓഫ് ലൈക്ക് അതും നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഇതേ വ്യൂ പോയിന്റ്സ് കാണും. ഇവന് തോന്നിയ പോലെ അതേപോലെ സിനിമ അങ്ങനെ വേറൊരു രീതിയിൽ അതിൻ്റെ കുറച്ചും കൂടെ ആ ഒരു ടെക്നിക്കാലിറ്റീസിൻ്റെ പുറമെ അതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു ഡെപ്തിൽ മനസ്സിലാക്കിയ ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. അല്ലാത്തവർക്ക് ചിലപ്പം ഇതൊരു ഐ ഓപ്പണർ ആയിരിക്കും, കുറച്ചും കൂടെ ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ലിജോ വന്നിരുന്ന ഈ പടത്തിനെ ജസ്റ്റിഫൈ എന്നൊക്കെ നമ്മൾ ടി വിയിൽ കാണാറുണ്ട്. അത് ചിലർ പറയുന്നത് പടം റിലീസിന് മുമ്പ് ലാലേട്ടനും പ്രൊഡ്യൂസറും എല്ലാവരും ഇരുന്ന് പ്രൊമോഷൻ വരുമായിരുന്നല്ലോ, പടം ഇറങ്ങിയതിന് ശേഷം ഒറ്റ ആളെ കാണില്ല, ലിജോനെ തള്ളി വിട്ടിട്ട് പോയോ എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട്. വേറെ ഷൂട്ടിങ്ങിന്റെ എന്തോ ഇതിലാണ്. ഓക്കെ, കാരണം പടം റിലീസിന് മുമ്പ് ലിജോ ഒരു പ്രസ് കോൺഫറൻസിന് മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പോയത് ടിനു പാപ്പച്ചനും മോഹൻലാലും ഷിബു ബേബി ജോണുമാണ്. കാരണം പുള്ളി ഇതിന്റെ റിലീസിന്റെ തിരക്കുകളിലായിരിക്കണം. റിലീസിന് ശേഷമാണ് ലിജോസ് പെല്ലിശ്ശേരി വന്നത്. കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പുള്ളി തന്നെ വരണം. പുള്ളി അല്ലാതെ ആരും വന്നിട്ടും കാര്യമില്ല. പക്ഷെ പുള്ളി തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമ ഇറക്കിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ടിനു പാപ്പച്ചൻ എന്ന് പറഞ്ഞ കക്ഷിയില്ലേ, പുള്ളി പറഞ്ഞത് ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ചോദ്യം ലിജോട് ചോദിച്ചപ്പോൾ ലിജോ പറഞ്ഞ ഉത്തരം എനിക്കും പറയാൻ പറ്റും. കാരണം അത് ടിനു എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് പുള്ളി പറഞ്ഞത്.
അത് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് എല്ലാവർക്കും തോന്നിയില്ല, അതുകൊണ്ട് സംഭവിച്ചില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതായിരുന്നു ഈ വീഡിയോയുടെ ഹോൾ പോയിന്റ്. ഞാൻ ഇപ്പോഴും എൻ്റെ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു. എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇനി ഒന്നും കൂടെ കണ്ടെന്നും പറഞ്ഞ് അത് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഒരു കോമഡി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അത് കോമഡി ആവണമെന്നില്ല, മനസ്സിലായില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇനി ഞാൻ ഈ പടം ഒന്നും കൂടെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവിടെ ചിരിച്ചെന്ന് വരില്ല. പക്ഷേ എനിക്ക് ആ മൂവി കുറച്ചും കൂടെ എനിക്ക് അതിൻ്റെ പേസ് ആയിരുന്നു മെയിനായിട്ടുള്ളത്. പക്ഷേ എനിക്ക് അതിൻ്റെ സീൻസും ആ വേൾഡിൻ്റെ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ പക്ഷേ അനാവശ്യമായിട്ട് വലിച്ചു നീട്ടിയ ഫ്രെയിംസ്, ആ ഒരു ഒപ്പീനിയൻ തന്നെ ഞാൻ നിൽക്കുന്നു. ഗുഡ് ബാഡ് ആൻഡ് ഇതുപോലുള്ള സിനിമകളുണ്ടല്ലോ, അതിനകത്ത് ഈ ടൂക്കോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെയൊക്കെ ഒരു റെഫറൻസ് ഒക്കെ എനിക്ക് ആ ചമതകൻ്റെ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ആ ഫൈറ്റിനിടയിൽ പുള്ളി ഓടുമ്പോഴുന്ന മ്യൂസിക്, പുള്ളിയുടെ കുറേ ഡിമീനേഴ്സ്, ഇതെല്ലാം ഈ പറയുന്ന ഒരു അഗ്ലി വില്ലനിസം ഉണ്ടല്ലോ, ഒരു വിയേർഡ് സാധനം. ഈ സാധനം വർക്കൗട്ട് ചെയ്യാനാണ് ലിജു ശ്രമിച്ചിരിക്കുന്നത്. വർക്കൗട്ട് ആയില്ല എന്നുള്ളത് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ കുറെ അറ്റംപ്റ്റുകൾ പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറയുക, ഇത് പറയുമ്പോൾ ഒരു അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇത് വെറും റെഫറൻസുകളും വെറും ട്രിബ്യൂട്ടുകളും മാത്രമല്ല, പുള്ളി കുറേ കാര്യങ്ങൾ പുതുതായിട്ട് മലയാളത്തിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഒരു മലയാളം വെസ്റ്റേൺ ആ ടൈപ്പ് ഒരു സാധനം പുള്ളി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനൊരു ബാലെ മോഡുണ്ട്, നമ്മൾ ഈ പണ്ട് കാണാൻ പോരുന്ന ഈ ബാലെ നാടകങ്ങളുടെ പോലെയൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്ലോ പേസ് ആവശ്യമാണ്, അതിനാവശ്യമുള്ള പേസാണ് അതിന്. നമ്മൾ അങ്ങനെ ഒരു വളരെ കാമായിട്ട് അതിനുവേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടാലേ ചിലപ്പോൾ ഇഷ്ടപ്പെടുള്ളായിരിക്കും. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഒരു നോർമൽ പ്രേക്ഷകന്, എന്നെ നിങ്ങളെ പോലുള്ള നോർമൽ പ്രേക്ഷകന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ആ സിനിമ ഇഷ്ടപ്പെടണമെങ്കിൽ അതായിരിക്കാം ആവശ്യം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഒരു കാര്യമാണ്, ഇപ്പം ഫസ്റ്റ് ഡേ ഷോ കണ്ട് ഇറങ്ങിയപ്പോഴാണ് ഈ സിനിമയെ കുറിച്ച് കുറച്ച് അത്യാവശ്യം നെഗറ്റീവ് പോലുള്ള ഒപ്പീനിയൻസ് വന്നത്. ഓക്കെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പിന്നെ ഉള്ള എല്ലാ ഷോസിലും ഇപ്പം തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ പോകുന്നതായാലും ഓക്കെ, എല്ലാവരും പറയുന്നത് പടം ഇഷ്ടപ്പെട്ടു എന്നുള്ള അങ്ങനെ ഒരു റെസ്പോൺസാണ് വരുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പടം ഇഷ്ടപ്പെട്ട്, പടത്തിൻ്റെ ഒരു ജോൺർ മനസ്സിലാക്കി അങ്ങനെയുള്ളവർ മാത്രം കാണാൻ പോകുന്നത് കൊണ്ടാണോ, അതോ വേറെ എന്തെങ്കിലും ഒരു പടത്തിന് ജോണറേ ഇല്ല എന്നാണ് ലിജു അവകാശപ്പെടുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള പണ്ടും ഈ സിനിമയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഫസ്റ്റ് ഷോകളിൽ, പ്രത്യേകിച്ച് സ്റ്റാർ സിനിമകളുടെ ഫസ്റ്റ് ഷോ കഴിയുന്നത് ഈ ഫാൻസിന്റെ ഷോസ് ആയിരിക്കും കൂടുതലും, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ ആയിരിക്കും. അവരുടെ എക്സ്പെക്ടേഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലർക്ക് ഒരുപാട് ഹൈ ആയിരിക്കും, ചിലർ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം പോകുന്നവർ, കാരണം റൈവൽ ഫാൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു വൃത്തികെട്ട പരിപാടി ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഇതിന് വേണ്ടി പോയി മനഃപൂർവ്വം ചെയ്യുന്നവരും ഉണ്ടാവാം, ആ ഹൈപ്പ് കിട്ടാതെ ഇറങ്ങി വരുന്ന റിയൽ ഫാൻസും ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും നോർമൽ സാധാരണ പ്രേക്ഷകർ, അതായത് ഒന്നിനോടും പ്രത്യേകിച്ച് പ്രതിപത്തി ഇല്ലാത്ത, സിനിമ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാൻ താല്പര്യമുള്ള സാധാരണ ആൾക്കാർ കാണാൻ പോകുന്നത്. അവർ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന ഈ പ്രതീക്ഷകളുടെ അമിതഭാരമോ അല്ലെങ്കിൽ ജോണറിന്റെ ഡിപ്പെൻഡൻസിയോ റെഫറൻസോ ഒന്നും ആയിരിക്കില്ല. അവർ ചിലപ്പോൾ ഒരു സിനിമ കാണാൻ പോകുന്നു, ഇത് വലിയ മോശമില്ലാത്ത സിനിമയാണല്ലോ, ഇങ്ങനെ പറയാൻ ഒരു ടെൻഡൻസി അതിൽ നിന്നായിരിക്കും ഉണ്ടാവുന്നത്. പല സിനിമകൾക്ക് അത് സംഭവിക്കുന്നുണ്ട്. അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ നെഗറ്റീവ് റിവ്യൂസ് ഒരുപാട് വരുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഒരുപാട് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുമ്പോൾ തിയേറ്ററുകാർ ഈ സിനിമ പിൻവലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഷോസിന്റെ എണ്ണം കുറയും, ആൾക്കാർക്ക് കാണാനുള്ള അവസരം കുറയും. അത്രയും ദുരവസ്ഥ ഈ സിനിമ അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കാര്യം എന്ന് പറയുമ്പോൾ ലിജോ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പഴയതല്ല, ഒരു പടം മാക്സിമം 28 ദിവസം, അതെ മാക്സിമം അത്രയൊക്കെ ഒരു തിയേറ്ററിൽ നിൽക്കുള്ളൂ, മനസ്സിലായി. അതിന് മുമ്പേ സാധനം പോവും. അതുകൊണ്ട് എസ്പെഷ്യലി ഇപ്പം ഇവിടെ നമ്മളെ മ്യൂണിക്കിൽ തന്നെ കഴിഞ്ഞ ആഴ്ച ലോക അവര് മറ്റേ ഇതിട്ടിരുന്നത്, ഞാൻ കയറി നോക്കിയപ്പം ഒറ്റ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, മനസ്സിലായില്ല. ഇനി എല്ലാവരും അടുത്ത സിനിമകളിലേക്ക് പോകും. നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ, മോഹൻലാലിന്റെ കാര്യം തന്നെ എടുത്തു. ഡിസംബർ 21 നേരെ ഇറങ്ങുന്നത്. നേരെന്ന് പറയുന്നത് മലയാളത്തിലെ 5ാമത്തെ ഹയസ്റ്റ് ഗ്രോസർ എങ്ങാണ്ടായി ഇപ്പോൾ. അതായത് 2018 പുലിമുരുകൻ, ലൂസിഫർ, ഭീഷ്മപർവം, നേര്, ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഓർഡർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നേരെ ഇറങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയക്കോട്ടെ വാലിബൻ ഇറങ്ങി. അതായത് ഇത്രയും സൂപ്പർ ഹിറ്റായ സിനിമ ഇപ്പോൾ ഓടുന്നത് മാക്സിമം ഒരു മാസമാണ്. അതിനുള്ളിൽ തന്നെ അത് OTT വന്നു കഴിഞ്ഞു, ഇപ്പോൾ ഉടനെ TV-യിലും വരും. അപ്പോൾ സിനിമയുടെ ലൈഫ് എന്ന് പറയുന്നത് ഇൻ തിയേറ്റേഴ്സ് വളരെ ഷോർട്ടാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് അഭിപ്രായം വരുന്ന ഒരു സിനിമയുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അത് ആക്ച്വലി കുറച്ച് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെങ്കിൽ അത് മിസ് ചെയ്യുന്നത് നമ്മളാണ്. മേക്കേഴ്സ് ഒന്നുമില്ല, മേക്കേഴ്സിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, അതുണ്ടാവാതിരിക്കട്ടെ, എന്നാലും നമുക്കും ആ ഒരു എക്സ്പീരിയൻസ് മിസ്സാവില്ലേ, അതിൻ്റെ ആവശ്യമില്ല എന്നേ എനിക്ക് അഭിപ്രായമുള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടതെന്ന് വെച്ചാൽ, ചിലർ പറയുന്നു ഈ പടം OTT-ൽ വരുമ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്ന്. പക്ഷെ ഞാൻ പറയുന്നു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. രണ്ട് രീതിയിൽ സംഭവിക്കാം. അല്ല, ഞാൻ പറഞ്ഞു ഈ തിയേറ്ററിൽ ഇരുന്ന്, ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് അതിന്റെ ആ തിയേറ്റർ എഫക്റ്റിൽ കണ്ടതുകൊണ്ടാണ്, മനസ്സിലായില്ലേ. നമ്മുടെ വീട്ടിലൊരു TV, ഒരു റിമോട്ട് കൺട്രോൾ ഫോർവേഡ് ചെയ്യാനുള്ളൊരു കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ
എങ്ങനെയായിരിക്കും ഈ TV സിനിമ ആസ്വദിക്കുന്നത്? ഒരു കാരണവശാലും ഈ സിനിമ OTT തിയേറ്ററിൽ ക്രിയേറ്റ് ചെയ്ത മാജിക് ക്രിയേറ്റ് ആകില്ല. അതിന് ഒരു ഡൗട്ടും വേണ്ട. OTT വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ധൃതി ഇല്ലാത്തത് കൊണ്ട് സമാധാനമായിട്ടിരുന്ന് കണ്ട് ഓക്കെ ഇങ്ങനെയുള്ള സൂക്ഷ്മാംശങ്ങളും ഈ സിനിമയിലുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു പക്ഷേ ശ്രമിച്ചേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് OTT വരുമ്പോഴും ചിലപ്പോൾ ഇതിനേക്കാളും ട്രോൾ മെറ്റീരിയൽസ് ഇതിനുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. കൂടുതലൊന്നും അതിനകത്ത് സംഭവിക്കാനില്ല. പക്ഷേ ഈ ഡീഗ്രഡേഷനിലേക്ക് പോകാതിരിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മുടെ അഭിപ്രായമായിട്ട് കണ്ണടച്ചെടുക്കാതിരിക്കുക, കണ്ട് വിലയിരുത്തുക, അത്രേ ഉള്ളൂ അതിനകത്ത്. ഇഷ്ടപ്പെടാതിരിക്കാം, വിച്ച് ഇസ് പെർഫെക്റ്റ്ലി ഫെയർ, അത്രേ ഉള്ളൂ. രണ്ട് അഭിപ്രായം പറയുന്നവരെയും ദ്രോഹിക്കാതിരിക്കാം. പിന്നെ ഈ ആവശ്യമില്ലാത്ത ഫാൻ ഫൈറ്റിൻ്റെ കാര്യമില്ല അതിനകത്ത്. കാരണം ആർക്കൊക്കെ വേണ്ടി നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുന്നത്? മമ്മൂട്ടി മോഹൻലാലും നമ്മുടെ അസറ്റ്സ് ആണ്. ഇപ്പം ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പം എൻ്റെയും നിൻ്റെയും ജനറേഷനിലുള്ളവരുടെ സിനിമ സെൻസ് തന്നെ ഈ രണ്ട് നായക നടന്മാരെ ബേസ് ചെയ്തിട്ടാണ്. ഇവരെ രണ്ടുപേരെയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മലയക്കോട്ടെ വാലിബൻ കാത്തിരുന്ന പോലെ തന്നെയാണ് ഭ്രമയുഗത്തിന് വേണ്ടിയും കാത്തിരിക്കുന്നത്. നമുക്കറിയില്ലല്ലോ ഭ്രമയുഗത്തിൽ എന്താണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നുള്ള കാര്യം. ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നൊക്കെ പറയുന്നു. അപ്പോൾ എക്സ്പെക്ടേഷൻ ലെവൽ രണ്ടിനും ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടുവച്ച സിനിമകൾ പോലെ ഒരു സിനിമയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ലേ? ഇപ്പം നമ്മൾ അങ്കമാലി ഡയറീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അടുത്ത ലിജോ ജോസ് പുലിശ്ശേരി സിനിമയെന്നൊരു അങ്കമാലി ഡയറീസ് എക്സ്പെക്ട് ചെയ്താൽ അത് നമ്മുടെ തെറ്റാണ്, ലിജോയുടെ തെറ്റല്ല. അപ്പോൾ പക്ഷേ നമുക്ക് അവകാശമുണ്ട് കണ്ട സിനിമ നല്ലതാണോ അല്ലേന്ന് പറയാനുള്ളത്. ആ അവകാശം നമുക്ക് നമ്മളുടെ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകാനും പാടില്ല. ആ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഈ പടത്തിനെ കുറിച്ച് എനിക്കൊന്നും ഇനി കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവത്തില്ല. അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ള റെഫറലിന് വേണ്ടിയാണ് ഞാൻ അത് കാണിച്ചത്. മനസ്സിലായില്ലേ? വർക്കായവരെന്തോ ഭയങ്കര ഇന്റലക്ച്വൽസ് ആണ്, ഭയങ്കര ബുദ്ധിമാന്മാരാണ്. വർക്കാവാത്തവർ മണ്ടന്മാരാണെന്ന് പറയുന്നതിലോട് ഒരു യോജിപ്പും ഇല്ല. അങ്ങനെ പറയുന്നവന്മാരോട് മറ്റൊരു ആംഗിളും ഉണ്ട്. ഈ നമ്മൾ തമിഴ് സിനിമേഴ്സിനെയൊക്കെ ഒരുപാട് കളിയാക്കും. ഈ മാസ് പടങ്ങൾ 100 പേരടിച്ചിടുന്നു, 150 പേരടിച്ചിടുന്നു, ഇതൊക്കെ എന്ത് തോന്നിവാസമാണ്. ഈ പറയുന്ന വിജയ്, രജനീകാന്ത് സിനിമകളൊക്കെ കളിയാക്കുന്ന ഒരു ബഹുഭൂരിപക്ഷ സമൂഹമുണ്ട്. ഇതൊക്കെ എന്തോ പടമാണ്. ഈ ബുദ്ധിജീവികൾ നേരത്തെ നമ്മൾ ആരോപിച്ചില്ലേ? ആക്ച്വലി ഇതേപോലുള്ള മാസി സിനിമകൾ എടുക്കാനാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സാധനം പറഞ്ഞ് 100-150 പേരിരിക്കുന്ന ഒരു തിയേറ്ററിൽ കയ്യടി ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിനും അതിൻ്റേതായ എഫേർട്ടും ക്രിയേറ്റിവിറ്റി എല്ലാം വേണം. അപ്പോൾ അത് ആസ്വദിക്കുന്നവരും മിടുക്കന്മാർ തന്നെയാണ്. അവരെ അല്ലാതെ അങ്ങനെ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും എൻ്റർടൈൻ ആവാനാണ് സിനിമാ തിയേറ്ററിൽ പോകുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് പല രീതിയിലാവാം. എനിക്കിപ്പോൾ കരയിക്കുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ എന്നെ നല്ല രീതിയിൽ കരയിച്ചു കഴിഞ്ഞാൽ അതും ഒരു തരത്തിൽ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. അങ്ങനെ കരച്ചാൽ ആകാശദൂതയുടെ സിനിമകൾ നമ്മുടെ നാട്ടിൽ വിജയിച്ചിട്ടില്ലേ? എല്ലായിടത്തും ചിരിയും അടിയും തന്നെ വേണമെന്നില്ല. എൻ്റർടൈൻഡ് ആവണം. ആവാത്തവർക്ക് ഇഷ്ടപ്പെടില്ല, ആവുന്നവർക്ക് ഇഷ്ടപ്പെടും. വളരെ നോർമലാണത്. അതിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണത്. ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഒപ്പീനിയൻസ് ഒക്കെ സ്പോട്ടിൽ വരെയല്ലേ? പിന്നെ അത് ഒരാൾക്ക് ചിലപ്പം ആ ഒരു മൊമെന്റിലുള്ള ഒരു എമോഷണൽ ഇതിലായിരിക്കും ഒരു ഒപ്പീനിയൻ പറഞ്ഞത്. അത് അപ്പം മറ്റേ ഫേസ്ബുക്ക് ലൈവ് എടുത്ത് വെച്ചിട്ട് കാര്യം പറയും. മനസ്സിലായില്ലേ? അങ്ങനെ പലവരും പറയുമ്പോഴത്തേക്കും പല കാര്യങ്ങളും വരും. ഓക്കെ, പക്ഷെ എന്നും പറയാം എൻ്റെ ഒപ്പീനിയൻ മാറിയെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഒപ്പീനിയൻ അത് തന്നെയാണ്. ഈ പടം എനിക്ക് തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടു, ഈ പടം എനിക്ക് OTT ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായി? എനിക്ക് അല്ലെങ്കിൽ നമുക്കൊരു പടം തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ട് OTT വരുമ്പോൾ ഞാൻ ഒന്നും കൂടെ കാണും എന്നൊരു തോന്നൽ നമുക്ക് വരില്ലേ? ആ ഒരു തോന്നൽ എനിക്ക് ഈ പടത്തിൽ ഉറപ്പായിട്ടും വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് OTT വന്നിട്ട് ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന്റെ വിഷ്വൽസ് ഓഡിയോ ഒക്കെ എക്സ്പീരിയൻസ് ആണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം. അത് ഇവർ ഈ ആൾക്കാർ കയറാതെ എടുത്ത് മാറ്റുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പെട്ടിക്കട തിയേറ്ററിൽ കയറി നല്ല തിയേറ്ററിൽ കയറി കാണുക. അല്ല ഏതെങ്കിലും ഒരു ഡപ്പാങ്കൂത്ത് തിയേറ്ററിൽ കയറിയിട്ട് ഒന്നുമില്ല, ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ കയറി നിങ്ങൾക്ക് ആ ഒരു മേക്കിംഗ്, ആ വിഷ്വൽസ് കണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. കാരണം ആ ഒരു എഫേർട്ടിന് കൊടുക്കുന്ന ഒരു അക്നോളജ്മെന്റ് ആയിട്ട്. മനസ്സിലായില്ല? അത് മാത്രമേ ഞാനും പറയുന്നുള്ളൂ. നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓഫ് കോഴ്സ് വാച്ച് ഇറ്റ്. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതെയോ ഇരിക്കാം, നമ്മൾ രണ്ടുപേരെ പോലെ. ഇവന് നല്ലോണം ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരു ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അഭിപ്രായം. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു പടത്തിന്റെ ഒപ്പീനിയനായിട്ട് ഇനി വരുന്നതാണ്. അടുത്തിനി ഏത് പടമാണ് ഇവിടെ റിലീസ് ആവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. FDFS അടുത്തൊരു മാസപടം ഏതറിയാം റിലീസ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ മാസമാണോന്ന് അറിയില്ല, പക്ഷെ ഒരുപക്ഷെ ഭ്രമയുഗം FDFS ഇവിടെ ഉണ്ടാവാം. അതിവിടെ രാത്രി എന്തോ റിലീസ്, രാത്രിയാണെങ്കിൽ എന്തായാലും ഞാൻ പോകും. നിന്നല്ലേ അവര് മറ്റേ പോസ്റ്റ് ഇട്ടിരുന്നത്? പോസ്റ്റ് അല്ല, അവര് ചോദിച്ചു എങ്ങനെ എന്തോ നമുക്ക് രാത്രി പ്രീമിയറിന് താല്പര്യമുണ്ടോ? ഞാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. എന്റെ പൊന്നോ, കൊള്ളാം. അല്ല, പക്ഷെ എനിക്ക് അതിന്റെ ഡയറക്ടറിൽ പ്രതീക്ഷയുണ്ട്. പുള്ളിയുടെ ആദ്യത്തെ പടം സൂപ്പറായിരുന്നു, ഭൂതകാലം നല്ല പടമായിരുന്നു. അല്ല, എനിക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെട്ടു ഈ പടം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ. പിന്നെ രാത്രി എന്തെല്ലാം ശ്രമിക്കണം എന്നായിരിച്ചു. കാരണം ഇവര് ഒരു പടം ആൾക്കാരിലേക്ക് എത്തിക്കാൻ, അല്ലെ ആ ഒരു എക്സ്പീരിയൻസ് കിടിലമാക്കാൻ ഇവരെല്ലാം ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് നന്ദിയെ പറയാൻ പറ്റൂ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നതിനൊക്കെ. ഇനി ഒന്ന് കുടിച്ചു നോക്ക്.
വലിയ മാറ്റമൊന്നുമില്ല.